കറിയൊന്നും ആവശ്യമില്ല കേട്ടോ പൊട്ടറ്റോ റൈസ് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ചെറിയ 3 ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഇട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. വലുതാണെങ്കിൽ 2 തന്നെ ധാരാളം. ഇനി എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ പൊട്ടറ്റോസ് ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് പച്ചമുളക് കൂടെ വഴറ്റി എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ കാണിക്കുന്ന ഗ്ലാസിൻ്റെ അളവിൽ 1.5 ഗ്ലാസ് കൈമ റൈസ് എടുക്കും. ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൈമ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് പാനിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ചീൻചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ നേരത്തെ പച്ചമുളകും ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. കൈമ റൈസിന് പകരം സാധാരണ ചോറും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്ത് നേരത്തെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടി ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ മല്ലിയില ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ റൈസ് റെഡിയായി. ഇത് കഴിക്കാൻ മറ്റു കറികളൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.